രുചിക്കൂട്ട്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഒക്കെ നമ്മൾ കഴിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് മുട്ടയെയും ഇറച്ചിയെയും ഒക്കെ തന്നെയാണ്. അത് ചില സമയം നമ്മൾക്ക് വയ്യായിക തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് മുട്ട കൊണ്ടുള്ള വിഭവങ്ങളാണ്. അപ്പം നമുക്ക് ഇന്ന് അത്തരത്തിലൊന്നിനെ പറ്റി നോക്കാം. കുറച്ച് എണ്ണയിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 വലിയ പച്ചമുളകും സവോളയും ഏകദേശം 1 കപ്പോളം വേണം. ഇത് എല്ലാം കൂടി ചേർത്തിട്ട് അതോടൊപ്പം തന്നെ സ്പ്രിംഗ് ഓണിയൻ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ മിശ്രിതം ഒന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 5 മുട്ട നമുക്ക് നന്നായി അടിച്ചതിന് ശേഷം അതൊന്ന് ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. ഒരു കുഴഞ്ഞ പരുവമാകുമ്പോൾ, അതായത് ഇങ്ങനെ വെന്ത് അത് ഒന്ന് കുഴഞ്ഞ പരുവത്തിലേക്ക് എത്തും. അന്നേരം നമുക്കതിലേക്ക് കുറച്ച് ഉള്ളിയും ചേർത്തിളക്കാം. ഒപ്പം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അതൊന്ന് കുറച്ച് തണുക്കട്ടെ. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും 1/4 കപ്പോളം മല്ലിയിലയും ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 5-6 ബ്രെഡിൻ്റെ കഷ്ണങ്ങളാണ്. അതൊരു പാത്രത്തിലെ വെള്ളത്തിൽ ഒന്ന് മുക്കിപ്പിഴിഞ്ഞതിന് ശേഷം അതിലേക്കൊന്ന് ഇളക്കി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് ചെറിയ ഉരുളകളായിട്ട് വറുത്തെടുക്കാം. ഒന്നുകിൽ നമുക്കത് മുട്ടയുടെ വെള്ളയിൽ മുക്കി വറുത്തെടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് മൈദയിൽ 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്ന് മുക്കിയതിന് ശേഷം അത് വറുത്തെടുക്കാം. ഇങ്ങനെ മുക്കിയത് ഈ എഗ് വൈറ്റിലോ അല്ലെങ്കിൽ മൈദയിലോ മുക്കിയത് നമുക്ക് റൊട്ടിപ്പൊടിയിലേക്കൊന്ന് മുക്കണം. അപ്പോഴാണ് ആ ഒരു ക്രിസ്പിനെസ് കിട്ടുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കട്ട്ലറ്റൊക്കെ മുക്കി പൊരിക്കാനുള്ള പൗഡർ വാങ്ങാൻ കിട്ടും. അതിൽ മുക്കിയാലും മതി. എന്നിട്ട് പൊരിച്ചെടുക്കുക. ഒരു നല്ലൊരു സ്നാക്കായിട്ട് ഇതിനെ ഉപയോഗിക്കാം. പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.